സിക്സ്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് മൊത്തം 6 ആക്ടിവിറ്റീസാണ് തന്നിരിക്കുന്നത്. ഒരു ആക്ടിവിറ്റിക്ക് 5 മാർക്ക് വീതമാണുള്ളത്. മൊത്തം ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ആദ്യമായി ആക്ടിവിറ്റി 1 ആണ്. ആക്ടിവിറ്റി 1-ന് ഒരു എയും ബിയും ക്വസ്റ്റ്യനുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1-ൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. എവരി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ചരിത്രങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. എ ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് പേർഷ്യൻ എംപയറും റോമൻ എംപയറും ആണ്. അപ്പോൾ തന്നിരിക്കുന്ന 4 പോയിന്റുകളിൽ 2 എണ്ണം പേർഷ്യൻ എംപയറിൻ്റെയും 2 എണ്ണം റോമൻ എംപയറിൻ്റെയും ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് എ കിങ് ഗവർണൻസ് വാസ് എൻട്രസ്റ്റഡ് ടു ഇലക്റ്റഡ് ഒഫീഷ്യൽസ് നോൺ ആസ് കൗൺസിൽസ്. അതായത് ഇത് തന്നിരിക്കുന്നത് സെക്കൻഡ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് യൂണിറ്റിലെ പേജ് നമ്പർ 29ഉം 30 നോക്കിയാലാണ് നമുക്കിതിൻ്റെ ആൻസർ മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന പോയിന്റ് റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഇൻസ്റ്റെഡ് ഓഫ് എ കിങ് ഗവർണൻസ് വാസ് എൻട്രസ്റ്റഡ് ടു ഇലക്റ്റഡ് ഒഫീഷ്യൽസ് നോൺ ആസ് കൗൺസിൽസ്. അതായത് അടുത്തതായ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ പ്രൊമിനൻറ്റ് റൂളേഴ്സ് വെയർ സൈറസ് ആൻഡ് ഡാരിയസ് ഫസ്റ്റ്. അതായത് ഇത് ഏത് എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് പേർഷ്യൻ എംപയറാണ്. പേർഷ്യൻ എംപയറിൽ നമുക്ക് ആദ്യമായിട്ട് എഴുതാം ദ പ്രൊമിനൻറ്റ് റൂളേഴ്സ് വെയർ സൈറസ് ആൻഡ് ഡാരിയസ് ഫസ്റ്റ്. അടുത്ത് വന്നിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ എംപയേഴ്സ് വെയർ നോൺ ആസ് പ്രിൻസെപ്പ്. എംപയേഴ്സിനെ പ്രിൻസെപ്പ് എന്നറിയപ്പെടുന്നത് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്തത് നാലാമത്തെ പോയിന്റ് ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ സത്രപീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി എംപയറിനെ പല സത്രപീസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പേർഷ്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. അടുത്ത അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പെയർ. കറക്റ്റായിട്ടുള്ള പെയർ ഏതാണ് എന്ന് തന്നിരിക്കുന്നത് 4 പേര് തന്നിരിക്കുന്നത്. ലൈസിയം പ്ലേറ്റോ, സെന്റ് അവസ്ഥെ സൗരാഷ്ട്രൻ ഫിലോസഫി, ദ ഇലിയഡ് ആൻഡ് ദ ഒഡീസി പേർഷ്യൻ കൾച്ചർ, കൊളോസിയം ഗ്രീക്ക് കൾച്ചർ. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റ്. അത് രണ്ടാമത്തെയാണ് സെന്റ് അവസ്ഥ സ്വരാഷ്ട്രൻ ഫിലോസഫി എന്ന് പറയുന്നതാണ് കറക്റ്റ്. നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. ഒന്നാമത്തെ ലൈസിയം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. സെന്റ് അവസ്ഥ സ്വരാഷ്ട്രൻ ഫിലോസഫിയാണ്. ദ ഇലിയഡ് ആൻഡ് ദ ഒഡീസി ഗ്രീക്ക് കൾച്ചറാണ്. കൊളോസിയം എന്ന് പറയുന്നത് റോമൻ കൾച്ചറാണ്. അടുത്തായിട്ട് അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. അത് ബി ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കാം. ഇൻ ദ 6th century BCE among the 16 മഹാജനപദാസ് മഗധ ബിക്കം എ പ്രൊമിനൻറ്റ് ഫോഴ്സ്. അതായത് 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അതിലെ മഗധയാണ് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് മാറിയത്. അപ്പോൾ എൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മഗധാസ് എമർജൻസ് ആസ് എ പ്രൊമിനൻറ്റ് മഹാജനപദ. അതായത് മഹാജനപദയായിട്ട് മഗധ ഉയർന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 33-ലാണ്. അവിടെ തന്നിരിക്കുന്നത് നോക്കാം. പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി, പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഫെർട്ടിലിറ്റി റിസൾട്ടിംഗ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. ഇത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് കണ്ടെയ്ൻ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് കറക്റ്റായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ധനനന്ദ വാസ് ദ റൂളർ ഓഫ് മഗധ. രണ്ടാമത്തേത് ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ കിങ്ഡം. അടുത്തത് കൗഡില്യ വാസ് ദ മിനിസ്റ്റർ ഓഫ് ദ മൗര്യ കിങ് അശോക. അപ്പോൾ ഈ 3 പോയിന്റിനകത്ത് കറക്റ്റായിട്ടുള്ള ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ധനനന്ദ വാസ് ദ റൂളർ ഓഫ് മഗധ. അത് ശരിയാണ്. രണ്ടാമത്തേത് ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ്ഡ് ദ മൗര്യ കിങ്ഡം. ചന്ദ്രഗുപ്ത മൗര്യയാണ് മൗര്യ കിങ്ഡം എസ്റ്റാബ്ലിഷ്. അതും ശരിയാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൗഡില്യ വാസ് ദ മിനിസ്റ്റർ ഓഫ് ദ മൗര്യ കിങ് അശോക. അശോകൻ്റെ മിനിസ്റ്റർ ആയിരുന്നു കൗഡില്യ. അല്ല, അത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിലെ ശരിയായിട്ട് വരുന്നത് എ ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 2 നോക്കാം. ഹ്യൂമൻ ഫോസിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്. അതായത് പഴയകാല മനുഷ്യരെ പറ്റി പഠിക്കുന്നതിന് ഹ്യൂമൻ ഫോസിൽസുകളാണ് നമ്മളെ സഹായിക്കുന്നത്. ഇത് ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ നോക്കാം. The human species and their characteristics in the stages of evolution are given. Arrange them correctly according to the stages of evolution
ആൻഡ് ലിസ്റ്റ് ദം. അതായത് താഴെ തന്നിരിക്കുന്ന 2 ടേബിളായിട്ട് തന്നിരിക്കുന്നത് സ്റ്റേജസ് ഓഫ് എവല്യൂഷനും ക്യാരക്ടറിസ്റ്റിക്സും ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അറേഞ്ച് നോക്കാം. ഒന്നാമത്തെ ഹോമോ ഹാബിൽസ് ആണ്. ഹോമോ ഹാബിൽസ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ വരുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ദ ടൂൾ മേക്കർ എന്നുള്ളതാണ്. അടുത്തത് ഹൊമിനോയിഡ്സ് ആണ്. ഹൊമിനോയിഡ്സ് എന്ന് പറയുന്നത് വോക്ക്ഡ് ഓൺ 4 legs ആണ്. അടുത്ത ഹൊമിനിഡ്സ് വോക്ക്ഡ് ഓൺ 2 legs ആണ്. അടുത്ത ലാസ്റ്റിലുള്ളത് ഹോമോ ഇറക്റ്റസ് ആണ്. ദ അപ്രൈറ്റ് ഹ്യൂമൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ടു ദ എവല്യൂഷൻ ഈസ് നോട്ട് കറക്റ്റ്? എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് തന്നിരിക്കുന്നത്, ഏതൊക്കെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇറ്റ് വാസ് ചാൾസ് ഡാർവിൻ ഹു പ്രൊപ്പോസ്ഡ് എ സയൻറ്റിഫിക് വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. അതായത് ചാൾസ് ഡാർവിനാണ് സയൻറ്റിഫിക് വ്യൂ, മനുഷ്യൻ്റെ ഒറിജിനെ പറ്റി ഒരു സയൻറ്റിഫിക് വ്യൂ കൊണ്ടുവന്നതെന്ന് പറയുന്നത് അത് ശരിയാണ്. രണ്ടാമത്തേത്, ഡാർവിൻ പ്രസൻറ്റഡ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഇൻ ഹിസ് ബുക്ക് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ് ഇൻ 1859. അതായത് 1859 പബ്ലിഷ് ചെയ്ത ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്കിനകത്ത് ഡാർവിൻ തൻ്റെ തിയറി, ഹ്യൂമൻ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അടുത്തത്, ഓൾ ലിവിങ് സ്പീഷീസ് ടുക്ക് എ ഫ്യൂ ഇയേഴ്സ് ടു റീച്ച് ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് ഫോം. അതായത് അതിൻ്റെ പ്രസൻറ്റ് ഫോമിലേക്ക്, എല്ലാ മനുഷ്യരും ഇപ്പം കാണുന്ന ഫോമിലേക്ക് വരാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അതും ശരിയാണ്. അടുത്തത്, ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ഈസ് റിട്ടൺ ബൈ ദ സയൻറ്റിഫിക് കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഫോസിൽസ്. അതായത് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോസിലിൻ്റെ ഏജ് നോക്കിയിട്ടാണ്. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്, കറക്റ്റ് അല്ലാത്തത് നാലാമത്തേതാണ്. അടുത്തായി ആക്ടിവിറ്റി 3 ആണ്. ഗ്ലോബ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ടു ഡിറ്റർമിൻ ദ ലൊക്കേഷൻ. അതായത് ഗ്ലോബിനകത്ത് നോക്കി നമുക്ക് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സും മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പഠിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ യൂണിറ്റ് 4th യൂണിറ്റിലെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഒബ്സർവ് ദ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അതായത് ഈ ലാറ്റിറ്റ്യൂഡ് ലൈൻസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത് 90 ഡിഗ്രി നോർത്ത്, അത് നോർത്ത് പോളാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് 66.5 ഡിഗ്രി നോർത്താണ്, അത് ആർട്ടിക് സർക്കിളാണ്. ഇത് നമ്മുടെ പേജ് നമ്പർ 51 കിടപ്പുണ്ട്. പുസ്തകം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് 23.5 ഡിഗ്രി നോർത്താണ്, അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. പിന്നെ 0 ഡിഗ്രി വരുന്നത് ഇക്വേറ്റർ ആണ്. അതിൻ്റെ താഴെ വരുന്നത് 23.5 ഡിഗ്രി സൗത്ത് ആണ്, അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അതിൻ്റെ താഴെയുള്ളത് ഇവിടെ തന്നിട്ടില്ല, അതിൻ്റെ തന്നിട്ടുണ്ട് 66.5 ഡിഗ്രി എന്ന് പറയുന്നത് അന്റാർട്ടിക് സർക്കിളാണ്. അടുത്തത് ലാസ്റ്റ് വരുന്നത് 90 ഡിഗ്രി സൗത്ത് ആണ്, അത് സൗത്ത് പോളാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. The imaginary line drawn on the surface of the earth connecting the north pole and the south pole are called ഡാഷ്. അതായത് ഇമാജിനറി ലൈനാണ്, അതായത് എർത്തിൻ്റെ സർഫസിലുള്ള ഇമാജിനറി ലൈന്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? കണക്റ്റിംഗ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കണക്ട് ചെയ്യുന്നത്. 4 ഓപ്ഷനാണ്. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ല, ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് അത് ശരിയാണ്. സി ഇക്വേറ്റർ അല്ല, നൺ ഓഫ് ദ അബോവ്. അപ്പോൾ ആൻസർ ബി ആണ്, ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റി 3. അടുത്തായിട്ട് ആക്ടിവിറ്റി 4 ആണ്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. ഈവൻ ഇഫ് ദെയർ ആർ പീപ്പിൾ, ടെറിട്ടറി ആൻഡ് ദ ഗവൺമെൻറ്, സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് സോവറിനിറ്റി. അതായത് ഒരു സ്റ്റേറ്റിലെ ആളുകളും അതിൻ്റെ ടെറിട്ടറി, അതിൻ്റെ അതിർത്തികളും ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും സോവറിനിറ്റി, പരമാധികാരം ഇല്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? വൈ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രി ചെയ്യുന്നുണ്ട്, കാരണം ഇത് ശരിയാണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ 42 The supreme power of the state to take decision without being subjected to external interventions or pressure in any form is termed as sovereignty. This is a unique characteristic of the state. The state makes laws and takes political decisions as part of its sovereign power. The state execute and protect its sovereign power through the government. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരും. 4 മാർക്കാണ്. അടുത്ത എൻ്റെ ബി ക്വസ്റ്റ്യൻ. Which component of the state is referred to the indicators given below? അതായത് താഴെ തന്നിരിക്കുന്ന 2 പോയിൻ്റ് ഉണ്ട്. ആ 2 പോയിൻ്റ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. ഹെൽപ്സ് ടു കീപ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ പീപ്പിൾ ആക്റ്റീവ്. അതായത് സ്റ്റേറ്റും പീപ്പിളും തമ്മിലുള്ള റിലേഷൻ ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന ആരാണ്? അത് ഗവൺമെൻറ് ആണ്.
അടുത്ത ആൻ ഏജൻസി ടു ഫോം ദ പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ് എക്സ്പ്രസ് ആൻഡ് എക്സിക്യൂട്ട് ദം. അതായത് നമ്മുടെ പോളിസീസുകൾ, സ്റ്റേറ്റിൻ്റെ പോളിസികളൊക്കെ ഫോം ചെയ്യുകയും അത് പ്രകടിപ്പിക്കുകയും എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതും ഗവൺമെൻറ്റാണ്. ഈ 2 പോയിൻറ്റും ഗവൺമെൻറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. അടുത്തായിട്ട് ആക്ടിവിറ്റി 5 ആണ്. ബുദ്ധിസം ആൻഡ് ജൈനിസം വെയർ 2 ഫിലോസഫേഴ്സ് എമേർജ്ഡ് ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യ. അതായത് ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ എമേർജ് ചെയ്ത 2 ഫിലോസഫികളാണ് ബുദ്ധിസവും ജൈനിസവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ മെയിൻ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ടു ഈച്ച്. അതായത് ബുദ്ധിസത്തെ പറ്റിയിട്ടും ജൈനിസത്തെ പറ്റിയിട്ടുമുള്ള 2 പോയിന്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടിനെയും പറ്റിയും 2 പോയിന്റുകൾ വീതമാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 35 ഐഡിയൽസ് ഓഫ് ജൈനിസം നോക്കാം. ഓൾ തിങ്സ് ഹാവ് ലൈഫ്, നോ ലിവിങ് തിങ്സ് ഷുഡ് ബി ഹാംഡ്, അഹിംസ, ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, പ്രാക്ടീസ്, റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ, 3 രത്ന. അപ്പോൾ ഇത്രയും 4 പോയിൻ്റാണ് ജൈനിസത്തെ പറ്റിയുള്ളത്. 2 പോയിൻ്റ് എഴുതണം. അതുപോലെ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം, അത് ഡു നോട്ട് ഹാം അതേഴ്സ്, ഡു നോട്ട് ലൈ, ബി ഹോണസ്റ്റ്, ഡു നോട്ട് കവർ അതേഴ്സ് വെൽത്ത്. ഇപ്പം 4 പോയിൻ്റ് വീതം 2ൻ്റെ ഉണ്ട്. അത് 2 പോയിൻ്റ് വീതം എഴുതി കഴിഞ്ഞാൽ ആൻസർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഫൗണ്ടഡ് ബുദ്ധിസം? ബുദ്ധിസം സ്ഥാപിച്ചത് ആരാണ്? അത് ഗൗതമ ബുദ്ധയാണ് ആൻസർ. അടുത്തത് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റി 6. അതിന് 2 ഭാഗങ്ങളുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. അല്ല ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. 6A, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വെയർ ഫോംഡ് അറൗണ്ട് റിവർ വാലീസ്. നദികൾക്ക് ചുറ്റുമാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഉണ്ടായത്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോംസ് ഇൻ റിവർ വാലീസ്? അതായത് റിവർ വാലികളിൽ എന്താണ് ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 15 അതിൻ്റെ ആൻസർ നോക്കാം. ഫെർട്ടൈൽ സോയിൽ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫേവറബിൾ ക്ലൈമറ്റ്. ഈ 3 പോയിന്റുകളാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ബി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ചോദ്യം ഇതാണ്. വാട്ട് വെയർ ദ മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ മെസ്സപ്പൊട്ടോമിയൻസ്? മെസ്സപ്പൊട്ടോമിയക്കാരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പേജ് നമ്പർ 16 സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ട്, ലോ ഉണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിനകത്ത് ലൂണാർ കലണ്ടർ, കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ലോസിനകത്ത് വരുന്നത് ലോസ് വെയർ കോഡിഫൈഡ് for the first time during the reign of Sumerian ruler Dungi. The Code of Hammurabi is the revised form of these laws. അപ്പോൾ ഇത്രയുമാണ് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. The Harappan civilization was a civilization that existed in Indus Valley during the Bronze Age. And a question, explain the town planning of Harappan civilization. Harappan civilization town planning നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പേജ് നമ്പർ 19 ആണ്. The main features of Harappan civilization was town planning. They built houses in both sides of the streets. They used burned bricks for the purpose of construction. The drainage system was another important features of the Harappan civilization. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ടൗൺ പ്ലാനിങ്ങിനെ പറ്റി എഴുതേണ്ടത്. അടുത്തതായിട്ട് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഹാരപ്പൻ സെൻറ്റേഴ്സ് ഫോർ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഈ തരഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഹാരപ്പൻ സെൻറ്ററുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എ, ദ ഗ്രേറ്റ് ബാത്ത് ഹാസ് ബീൻ ഫൗണ്ടഡ്. ദ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് എവിടെയാണ്? മോഹൻ ജദാരോയിലാണ്. അടുത്ത എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാസ് ബീൻ ഫൗണ്ട്. അതായത് റൈസ് കൾട്ടിവേഷൻ്റെ തെളിവുകൾ കിട്ടിയത് എവിടെ നിന്നാണ്? അതിൻ്റെ ആൻസർ വരുന്നത് പേജ് നമ്പർ 20 ഗ്രാനറി എന്നുള്ള ഭാഗത്ത് കിടപ്പുണ്ട്. The evidence of rice cultivation has been founded from the sites like Rangpur and Lothal in Gujarat. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.